എന്താ എങ്ങനെ നോക്കുന്നേ? എന്താടോ? ഒന്നുമില്ല, വെറുതെ. എന്താടോ? അല്ല, ഞാൻ ഈ വയറ്റിലൊന്ന് തൊട്ടോട്ടെ. എന്താന്ന്? അല്ല, വാവയൊന്ന് തൊട്ടോട്ടെ എന്ന്. ഇതെന്ത് വട്ടാടോ? അല്ല, തൊട്ടാൽ കുഴപ്പമാവോ? എന്ത് കുഴപ്പം? താൻ തൊട്ടോടോ. എന്താട്ടോ നോക്കി നിൽക്കുന്നത്? തൊടണ്ടേ? തൊട്ടോ. നീ എന്താടാ കുഞ്ഞാവയോട് വർത്താനം പറയാ? സാരമില്ലടാ, അച്ഛനാകാൻ പോകുമ്പോ ഇതൊക്കെ പതിവാ. നീങ്ങി വന്നേ. നീ ചമ്മൊന്നും വേണ്ട. എന്നിട്ട് എന്തു പറഞ്ഞു നിന്റെ കുഞ്ഞാവ? മുത്തശ്ശി അന്വേഷിച്ചോ? അവനാ, എനിക്ക് ഉറപ്പാ. ഈ ലക്ഷണം കണ്ടാലറിയാം എന്റെ ആദ്യക്കുട്ടന്റെ കുഞ്ഞ് ആൺകുട്ടി തന്നെയാ. അല്ല, ആണായാലും പെണ്ണായാലും ദൈവം ആരോഗ്യത്തോടെ തന്നാ മതി. ഞാൻ ചില പ്രാർത്ഥനകളൊക്കെ പൂജമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അച്ഛനും അമ്മയും ചേർന്ന് ചെയ്യേണ്ടതാ. ഇവളെല്ലാം പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ 24 മണിക്കൂർ മുറിക്കുള്ളിൽ കയറിയിരുന്നാൽ എങ്ങനെയാ? ഗർഭിണിയായ പെണ്ണിന്റെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് അവളുടെ മനസ്സിന്റെ സന്തോഷവും. നീ ഒരു കാര്യം ചെയ്യ്, ഇവളെ പുറത്തൊക്കെ ഒന്നും കൊണ്ടുപോയി കറങ്ങി ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിക്കൊടുത്തു കൊണ്ടുപോവാ. ഈ സമയത്ത് ഒരു പെണ്ണിന് ആവശ്യം ഭർത്താവിന്റെ പരിചരണമാണ്. വേറെ ആരെങ്കിലും വന്നു പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താലും അവക്ക് ഭർത്താവ് ചെയ്യുന്ന പോലെ ആവില്ല. എന്നാ പിന്നെ നേരം കളയാതെ വേഗം പുറപ്പെടാൻ നോക്ക്. വേണമെങ്കിലേ ഒരു സിനിമയും കൂടെ കണ്ടോ. ആ പിന്നെ കണ്ടിട്ട് വരുമ്പോ വള്ളി പുള്ളി തെറ്റാതെ പണ്ടത്തെ പോലെ കഥ മുഴുവനും പറഞ്ഞു തരണം.